ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ പിങ്ക് പ്രിൻസസ് സുന്ദരിയെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ പ്ലാന്റിൻ്റെ പേരാണ് പിങ്ക് പ്രിൻസസ്. ഫിലോഡെൻഡ്രോൺ ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റാണ് ഇത്. 3 മാസം മുമ്പ് കുമാർ നഴ്സറിയിൽ നിന്നാണ് ഞാൻ ഈ പ്ലാന്റ് വാങ്ങിയത്. ഞാൻ വാങ്ങുന്ന സമയത്ത് ഒരു ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു ഇത്. ഒരു ചെറിയ പിങ്ക് വെരിഗേഷൻ മാത്രമേ ഇതിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ എൻ്റെ പിങ്ക് പ്രിൻസസ് ഹാഫ് മൂൺ സുന്ദരിയാണ്. ഒരു പ്ലാന്റിൽ തന്നെ ലീഫുകളിൽ പല രീതിയിലാണ് ഇതിൻ്റെ വെരിഗേഷൻ കാണുന്നത്. ചിലത് ഫ്ലാഷ് ആയിട്ടും ചിലത് ഫുൾ മൂണായിട്ടും ഹാഫ് മൂണായിട്ടും ഒക്കെയാണ് ഇതിൻ്റെ വെരിഗേഷൻ വരുന്നത്. ഫിലോഡെൻഡ്രോണിൻ്റെ പല പ്ലാന്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അവയിൽ നിന്ന് ഈ പ്ലാന്റിനെ വ്യത്യസ്തമാക്കുന്നത് ഈ പ്ലാന്റ് പല രീതിയിലാണ് പല വീടുകളിലും വളരുന്നത്. ഫിലോഡെൻഡ്രോൺ ഒരു എയർ പ്യൂരിഫയർ പ്ലാന്റ് ആണ്. അന്തരീക്ഷത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ഗ്യാസുകളെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. മീഡിയം സൺലൈറ്റ് മാത്രം ഇഷ്ടപ്പെടുന്നവയാണ് ഇവ. ഈ പ്ലാന്റ് ഒരു ക്ലൈംബിംഗ് പ്ലാന്റ് ആണ്. സ്റ്റിക്കുകളിൽ പറ്റിപ്പിടിച്ച് വളരാനാണ് ഇവയ്ക്ക് ഇഷ്ടം. നോഡ് കട്ട് ചെയ്താണ് ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്. അധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിൻ്റെ പോട്ട് മിക്സായി മണ്ണ്, മണൽ, ചകിരിച്ചോറ്, പെർലൈറ്റ്, അതിൻ്റെ കൂട്ടത്തിൽ കരിക്കട്ടയും ഉമ്മി കരിച്ചതും ഇടുന്നത് ഇതിൻ്റെ വെരിഗേഷൻ നിലനിർത്താൻ നല്ലതാണ്. ഈ പ്ലാന്റിൻ്റെ കളർ വെരിഗേഷൻ നിലനിർത്തിക്കൊണ്ടു പോകാൻ നൈട്രജൻ കുറഞ്ഞ വളങ്ങളാണ് ഇവയ്ക്ക് നല്ലത്. ചാണകപ്പൊടിയിൽ നൈട്രജൻ കൂടുതലായതുകൊണ്ട് ചാണകപ്പൊടി ഒഴിവാക്കുന്നതാണ് നല്ലത്.